സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ എക്സസീവ് പ്രൊഡക്ഷൻ എന്ത് ജൈഗാൻറ്റിസം എന്ന് പറയുന്ന കണ്ടീഷന് കാരണമാകുന്നുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ ഗ്രോത്ത് ഫേസിൽ കുറവാണെങ്കിൽ ഡ്വാർഫിസം ആൻഡ് അക്രോമെഗാലി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ട് പിന്നെയും ഗ്രോ ചെയ്യുന്നൊരു കണ്ടീഷനാണ് അക്രോമെഗാലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരുപാട് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, the anterior lobe of the pituitary gland produce hormones which regulate the functions of the other endocrine gland. Yes, from the previous class we says that pituitary gland have two lobes. One is anterior lobe and another one is the posterior lobe. Anterior lobe posterior lobe pituitary glands in present ആണ്. So anterior lobe produce ചെയ്യുന്ന ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾ എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ ഫങ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദർ ആർ കാൾഡ് ട്രോപ്പിക് ഹോർമോൺസ്. ഇതാണ് എന്ത്? ട്രോപ്പിക് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഹെൻസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹാസ് എ ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ദി എൻഡോക്രൈൻ സിസ്റ്റം. സോ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനൊരു വളരെയധികം സിഗ്നിഫിക്കൻസ് ആണ് ഉള്ളത്. ഓക്കെ, സോ അവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്രം ദ ടേബിൾ വി ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the hormone secreted by the anterior lobe of the pituitary gland and their functions. Okay, സോ നമ്മളെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് TSH, ദാറ്റ് മീൻസ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ എന്തായാലും പഠിച്ചു വെക്കണം. TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ പാർട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. ആൻഡ് ദ മെയിൻ ഫങ്ഷൻ ഈസ് ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ദി തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിനെ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് TSHൻ്റെ ഫങ്ഷൻ. Okay, and the next hormone is adrenocorticotropic hormone. Adrenocorticotropic hormone, the function is stimulate the activity of adrenal cortex. നമ്മൾ ഡ്യൂറിങ് എമർജൻസീസ് എന്നുള്ളതിൽ രണ്ട് പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നർ മെഡുല്ല ആൻഡ് ഔട്ടർ കോർട്ടെക്സ്. സോ കോർട്ടെക്സിൻ്റെ ആക്ടിവിറ്റീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷനാണ് അഡ്രീനൽ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോണിന് വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഹോർമോൺ ഈസ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. Gonadotropic hormone, the function is stimulate the activity of testes in males and ovaries in females. അതായത് സെക്സ് ഓർഗൻസിൻ്റെ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസിന് വരുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്രോത്ത് ഹോർമോൺ, otherwise somatotropic hormone. growth hormone otherwise known as somatotropic hormone. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ ആണ്. സോ ഗ്രോത്ത് ഹോർമോൺ otherwise called somatotropic hormone. it promote the growth of the body. ബോഡിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക. and the next one is prolactin. It's from the word we can understand it's a function is, what's the function? It's the production of milk. So ഇത്രയും ഹോർമോൺസിൻ്റെ സെക്രീറ്റ് ചെയ്യുന്ന ഫങ്ഷൻ ആർക്കാണ്? ഇറ്റ്സ് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സിനാണ്. ഫസ്റ്റ് വൺ ഈസ് TSH, that means thyroid stimulating hormone. They stimulate the activities of thyroid gland. And the next one is adrenocorticotropic hormone. They stimulate the activities of adrenal cortex. And the next one is gonadotropic hormone. They stimulate the activities of testes in males and ovaries in females. And growth hormone otherwise called somatotropic hormones promote the growth of the body. And the last one is prolactin, which is the production of milk. ഇതൊക്കെ എന്താണ്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ anterior lobe സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. Okay, all of you got it? Yes. And the next one is childbirth, breastfeeding, maintenance of water balance. The hormones
oxytocin and vasopressin, which are secreted from the posterior lobe of the pituitary gland, are produced by special neurosecretory cells of the hypothalamus. So നമ്മുടെ എന്താണ് posterior lobe of the pituitary glandൽ കാണപ്പെടുന്ന അത് ഹൈപ്പോതലാമസിൽ ഉള്ള സ്പെഷ്യൽ ന്യൂറോസെക്രീറ്ററി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും ഒക്കെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പൊസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. എവിടെയുള്ള? ഇറ്റ്സ് ഹൈപ്പോതലാമസിൽ പ്രസൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ന്യൂറോ സെക്രീറ്ററി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. And the posterior lobe of the pituitary gland store those hormones and release into blood when required. ഇവർ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് സ്റ്റോർ those ഹോർമോൺസിനെ സ്റ്റോർ ചെയ്തിട്ട് ഇത് ആവശ്യമുള്ള ടൈമിലാണ് ഇത് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എപ്പോഴാണ് ഇനി ആവശ്യമായിട്ട് വരുന്നത് നമുക്കൊന്ന് ആ ടേബിൾ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓക്സിറ്റോസിൻ. Oxytocin function is facilitate childbirth by stimulating the contraction of smooth muscles in the uterine wall. So childbirthന് അല്ലെങ്കിൽ ഡെലിവറി പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ യൂട്രൈൻ വാൾസിലുള്ള മസിൽസിൻ്റെ കോൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആര്? ഇറ്റ്സ് ദ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? ചൈൽഡ് ബർത്തിൻ്റെ ടൈമിൽ നമ്മുടെ യൂട്രൈൻ വാൾസിൽ കാണപ്പെടുന്ന മസിൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ മസിൽസിൻ്റെ കോൺട്രാക്ഷനെ സ്മൂത്തിങ് ചെയ്യുന്നത് ആരാണ്? ഓക്സിറ്റോസിൻ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് ഫെസിലിറ്റേറ്റ് ലാക്ടേഷൻ. ലാക്ടേഷൻ മീൻസ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. ആ മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും ഓക്സിറ്റോസിൻ ഹോർമോണാണ്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ഹോർമോൺ ഈസ് വാസോപ്രസിൻ. Vasopressin, otherwise called antidiuretic hormone. It helps in the reabsorption of water in the kidney. കിഡ്നിയിലോട്ട് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് വാസോപ്രസിൻ ഓർ അതർവൈസ് കാൾഡ് ആൻറ്റിഡയൂററ്റിക് ഹോർമോൺ. ഓക്കെ. വാസോപ്രസിൻ റെഗുലേറ്റ് ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ബോഡി ത്രൂ ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ കിഡ്നി. സോ നമ്മുടെ കിഡ്നിയിലോട്ട് റീഅബ്സോർപ്ഷൻ വാട്ടർ ആ ഒരു ലെവൽ റെഗുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിൽ വാട്ടർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിൽ വാട്ടറിൻ്റെ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ പേജ് നമ്പർ 49 ഒരു ഇല്ലുസ്ട്രേഷൻ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ആ പേജ് നമ്പർ എടുത്തിട്ട് ആ ഇല്ലുസ്ട്രേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ നോർമൽ ലെവൽ ഓഫ് വാട്ടർ ഇൻ ബ്ലഡിൽ ഒരു നോർമൽ ലെവൽ ഉണ്ടായിരിക്കും വാട്ടറിന്. അത് ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ എന്താണ് സംഭവിക്കുന്നത്? ഡിക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ ഓഫ് വാസോപ്രസിൻ. സോ ബ്ലഡിൽ വാട്ടറിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ എങ്ങനെയാണ് ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വാട്ടറിൻ്റെ? ഇറ്റ്സ് ഡിക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി. കിഡ്നിയിൽ വാട്ടറിൻ്റെ റീഅബ്സോർബ് ചെയ്യുന്ന ആ ഒരു ലെവൽ ഡിക്രീസ് ചെയ്യും. സോ ദാറ്റ് മീൻസ് റൈസസ് ദ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ്റെ ക്വാണ്ടിറ്റി. നമ്മുടെ ബോഡിയിൽ യൂറിൻ്റെ ക്വാണ്ടിറ്റി കൂടുക എന്ന് വെച്ചാൽ അപ്പം തന്നെ മനസ്സിലാക്കണം എന്താണ്? ഇറ്റ്സ് അവിടെ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് യൂറിൻ്റെ ക്വാണ്ടിറ്റി കൂടുകയാണ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? കിഡ്നിയിലോട്ട് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ്റെ ആ ഒരു ലെവൽ കുറയുന്നത് കൊണ്ടാണ് യൂറിൻ്റെ എമൗണ്ട് കൂടുന്നത്. ഓക്കെ. വെൻ the production of vasopressin increases. വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന ടൈമാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? യെസ്, ഇൻക്രീസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ കിഡ്നി. കിഡ്നിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? യെസ്, വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്?
അവിടെ വാട്ടറിലുള്ള ബ്ലഡിലുള്ള വാട്ടറിൻ്റെ നോർമൽ ലെവലിൽ നിന്നും ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷനിലാണ് വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, നമ്മുടെ യൂറിൻ്റെ ക്വാണ്ടിറ്റി കുറയും. വാട്ട്സ് ദ റീസൺ? ഇറ്റ്സ് കിഡ്നിയിലോട്ട് വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, യൂറിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ കുറഞ്ഞിട്ട് കാണപ്പെടും. അതായത് ഒന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഏതെങ്കിലും ഒന്ന് മാത്രം പഠിക്കുക, രണ്ടും കൂടി പഠിച്ച് കൺഫ്യൂസ്ഡ് ആക്കാതെ ഒന്ന് മാത്രം പഠിച്ചിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറ്റേത് എഴുതുക. അതായത് ഒന്ന് നോർമൽ നമ്മുടെ വാട്ടറിൻ്റെ എമൗണ്ട് ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എന്താണ്, വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യാണ്. അതായത് കിഡ്നിയിലോട്ട് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ എമൗണ്ട് ഡിക്രീസ് ചെയ്യാണ്. അതായത് അവിടെ യൂറിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് മറ്റൊടുത്ത് എഴുതുക. ഓക്കെ, the production of vasopressin is high in the summer season. സമ്മർ സീസണിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷന് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് അപ്പോൾ എന്താണ്, ക്വാണ്ടിറ്റി അവിടെ എന്തായിരിക്കും, യൂറിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഓക്കെ, വിച്ച് വാട്ടർ ലോസ് ഈസ് എക്സസീവ് ത്രൂ സ്വെറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, എക്സസീവ് വാട്ടർ ലോസിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഈസ് ലെസ് ഡ്യൂറിങ് ദ വിൻ്റർ ആൻഡ് റെയിനി സീസൺ. വിൻ്റർ ആൻഡ് റെയിനി സീസണിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്തായിരിക്കും, കുറവുമായിരിക്കും. ഓക്കെ, when the production of vasopressin decreases, the reabsorption of water in the kidney is decreased and excess amount of urine is eliminated. സോ നമ്മുടെ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്താണ്, കിഡ്നിയിലോട്ട് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യും. സോ യൂറിൻ വഴി നമ്മുടെ എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എക്സസ് എമൗണ്ട് ഓഫ് യൂറിന് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ കണ്ടീഷൻ ഈസ് നോൺ ആസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് വെച്ചാൽ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് കിഡ്നിയിലോട്ട് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഫലമായിട്ട് എക്സസ് യൂറിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ കണ്ടീഷൻസ് ഈസ് കോൾഡ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് ഒക്കെയാണ് ഈ ഡയബറ്റിസ് ഇൻസിപ്പിഡസിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള 3 ഇൻഡിക്കേറ്റേഴ്സിനും നോട്ട് ബുക്കിൽ ക്വസ്റ്റ്യൻസ് എഴുതി ആൻസേഴ്സ് എഴുതാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ബിഹൈൻഡ് സെക്ഷുവൽ ക്യാരക്ടേഴ്സ്. The ovary and testes secreted by the sex hormones. സെക്സ് ഹോർമോൺസ് ആണ് ഓവറി ആൻഡ് ടെസ്റ്റിസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ് സെക്സ് ഹോർമോൺസ്, എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. മെയിൽസിൽ കാണപ്പെടുന്ന സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, controls secondary sexual characters. That means change in voice, growth of hair, development of reproductive organs and sperm production. So ഓവറിയും ടെസ്റ്റിസും ആണ് എന്ത് ചെയ്യുന്നത്, സെക്സ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. മെയിൽസിൽ കാണപ്പെടുന്ന സെക്സ് ഹോർമോണിൻ്റെ നെയിമാണ് ടെസ്റ്റോസ്റ്റിറോണ്. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ആ ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദേ കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക. അതായത് വോയിസ് ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ഹെയർ, ഡെവലപ്മെൻറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് സ്പേം പ്രൊഡക്ഷൻ. ഇതൊക്കെയാണ് മെയിൻ functions of the testosterone hormone. Okay, and the next one is female ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓവറി. സോ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. ഓക്കെ, സെൻറ്റർ ഓഫ് പ്രൊഡക്ഷൻ ഓവറി ആണ്, അതിൻ്റെ ഹോർമോൺസ് ആണ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. ഈസ്ട്രോജൻ്റെ ഫങ്ഷൻ എന്താണ്, കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഓവുലേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ. ഈ 3 ഫങ്ഷനും ചെയ്യുന്നത് ഈസ്ട്രോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പ്രൊജസ്റ്ററോൺ. ഇറ്റ് കൺട്രോൾ ഓവുലേഷൻസ്, മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദി യൂട്രസ്. ഈ 3 ഫങ്ഷനും ചെയ്യുന്നത് ആരാണ്, പ്രൊജസ്റ്ററോണാണ്. സോ ഓരോ ഹോർമോൺസിനും ഓരോന്നായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ വരച്ചിട്ട് 3 കോളായി തിരിക്കുക. ഏതാണ് ഹോർമോൺ എഴുതുക, അതിൻ്റെ സെൻറ്റർ ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് എഴുതുക,
ആൻഡ് ദെൻ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളതും എഴുതുക. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രൈം കൺട്രോളർ. ഹൈപ്പോതലാമസ്, a part of the brain, is an endocrine gland too. It controls the pituitary gland and thereby other endocrine glands. അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൺട്രോളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എന്നുള്ളത്. സോ ഹൈപ്പോതലാമസ് ദേ പ്രൊഡ്യൂസ് 2 type of hormones. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വൺ ഈസ് ദ റിലീസിങ് ഹോർമോൺ and the next one is the inhibitory hormone. So the releasing hormone and the inhibitory hormones are produced by the hypothalamus. So what is the function of the releasing hormone? Let's see. Okay, stimulate the anterior lobe of the pituitary gland and secrete tropic hormones. So the releasing hormone, they stimulate the anterior lobe of the pituitary gland and they secrete tropic hormones. Okay, our anterior lobe of the pituitary gland secrete ചെയ്തിട്ട് tropic hormones secrete ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു tropic hormones നമ്മൾ previously discuss ചെയ്തത്? Yes, നമ്മുടെ TSH, ACTH, അതേപോലെ ഗ്രോത്ത് ഹോർമോൺ, സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രീനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ തുടങ്ങിയിട്ടുള്ള ട്രോപ്പിക് ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് റിലീസിങ് ഹോർമോൺസ് വഴിയാണ്. ഓക്കെ, ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ് എന്താണ് ചെയ്യുന്നത്? യെസ്, ഇറ്റ് ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺസ് ഇൻ ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക. ഇതാണ് ഇൻഹിബിറ്ററി ഹോർമോൺസ് ചെയ്യുന്ന ഫങ്ഷൻ. ദാറ്റ് മീൻസ് പ്രൈം കൺട്രോൾ എന്ന് വെച്ചാൽ ഈ ഒരു ഹൈപ്പോതലാമസ് അവരെന്താ ഹോർമോൺസിനെ റിലീസ് ചെയ്താലേ അവിടെ ട്രോപ്പിക് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ അവരുടേതായിട്ടുള്ള ഫങ്ഷനിങ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അവിടെ ഇൻഹിബിറ്ററി ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, all of you got it? Okay, the hypothalamus control the pituitary gland and thereby the entire endocrine system by producing a variety of releasing hormone and inhibitory hormones. Okay, and ഇവിടെ 3 questions ഉണ്ട്. എന്താണ് റിലീസിങ് ഹോർമോണിൻ്റെ ആക്ഷൻസ് ആൻഡ് എന്താണ് ഇൻഹിബിറ്ററി ഹോർമോണിൻ്റെ ആക്ഷൻസ് ആൻഡ് ആക്ഷൻ ഓഫ് ഹൈപ്പോതലാമസ് ആസ് പ്രൈം കൺട്രോൾ എന്താണ്? ഈ 3 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക, നോട്ടിൽ എഴുതുക, എന്നിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇതിൽ തന്നിട്ടുള്ള വർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.